നമസ്കാരം സാറേ. ഞാൻ പ്രകാശ് അരസു. ഞാൻ നമ്മുടെ 3 കിച്ചണും അന്ന് സൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓൾട്രേഷൻ വെച്ച് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഏറ്റവും പറ്റുന്നത്രയും ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫസ്റ്റ് കിച്ചണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് കിച്ചണ്, തേർഡ് കിച്ചൺ. ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് കിച്ചണിനകത്ത് നോർത്ത് സൈഡ് ഫ്ലോർ യൂണിറ്റ്സ് ആദ്യം മുതൽ തുടങ്ങാം. ഫ്ലോർ യൂണിറ്റ്സ് നോർത്ത് സൈഡ് എന്ന് പറയുന്നത് ഈ ജനലുള്ള ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ ഇരുന്ന് തുടങ്ങാം. ഇത് 2 മീഡിയം ടാൻഡം ബോക്സ്. ഇത് ബോട്ടിൽ പുള്ളൗട്ട്. ഇത് 2 ഡോറും ഒന്നിച്ച് തുറക്കുന്ന കോർണർ വ്യൂ. ഒന്നിച്ച് ഇങ്ങനെ തുറക്കുന്ന കോർണർ വ്യൂ. നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ ബൗളാണ്. വേസ്റ്റ് ബിന്ന്, ഡിറ്റർജൻറ്റ് റാക്ക്, അതേപോലെ തന്നെ അണ്ടർ ദ സിങ്ക് വാട്ടർ പ്യൂരിഫയർ. ഇവിടെ നോർമൽ കോർണർ യൂണിറ്റാണ്. ഇവിടെ 90 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 90 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനി കൊണ്ടുവരാം. ഈ ഫസ്റ്റ് കിച്ചണിനകത്ത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ 60യുടെ 3 ബർണറാണ് ഉദ്ദേശിച്ചത്. യുടെ 3 ബർണറാണ് ഉദ്ദേശിച്ചത്. 60 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ ചിമ്മിനിയാണ്. അത് ഈ വോൾ യൂണിറ്റിന് കുറച്ച് ഫ്ലാപ്പ് ഡോർ യൂണിറ്റ് ആണ്. ഈ ഫ്ലാപ്പ് ഡോർ യൂണിറ്റിന് പ്രൈസിങ് കൂടുതലാണ്. ഫ്ലാപ്പ് ഡോർ യൂണിറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ബെറ്റിൻ്റെ തന്നെ നോർമൽ സ്റ്റോറേജ് യൂണിറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പ്രൈസിങ് കുറയും. ഈ 2 ഡോറും ഒന്നിച്ച് തുറന്നു വരും. ഞാൻ ഈ ആനിമേറ്റിനകത്ത് എൻ്റെ ലിമിറ്റേഷൻ അത്രയേ ഉള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെയും ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. ഇത് ഫ്ലാപ്പ് ഡോറിൽ തന്നെ GTPT യൂണിറ്റ്. ഇതും ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. GTPT യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ പ്ലേറ്റും കപ്പും സോസറും വെക്കാം. ഇത് ഇങ്ങനെ മൂലയ്ക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതിനകത്ത് കയറ്റി വെക്കാൻ പറ്റും. കാരണം നമുക്ക് ഒത്തിരി ഈ പറഞ്ഞ പോലെ തന്നെ വലിപ്പമില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ്സ് വന്നു കഴിയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 4 അടി. അപ്പം നടുക്ക് നിൽക്കുന്നതൊക്കെ 2 അടിയുടെ ഈ വ്യത്യാസമുള്ളൂ. അപ്പം അധികം ഈ പറഞ്ഞ പോലെ നടക്കേണ്ട വരത്തില്ല. കഴുകിയിട്ട് ആ സാധനങ്ങൾ ആ ഡിപ് ട്രേക്കകത്ത് വെക്കാൻ. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ, അതേപോലെ തന്നെ ഇത് ക്രോക്കറി യൂണിറ്റ് എന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്. ഈ ക്രോക്കറി യൂണിറ്റിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്ററാണ്. 90 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഇതിൽ തന്നെ നമുക്ക് വോൾ യൂണിറ്റ് ഉണ്ട്. ഇത് ഫ്ലോർ യൂണിറ്റിൻ്റെ 2 പീസായിട്ടാണ് വരുന്നത്. ഫ്ലോർ യൂണിറ്റിൻ്റെ ഒരു ക്രോക്കറി യൂണിറ്റും അതേപോലെ വോൾ യൂണിറ്റ് ക്രോക്കറി യൂണിറ്റ്. മാഡം ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ബൊഫെ കൗണ്ടർ പോലെ. അപ്പം ബൊഫെ കൗണ്ടർ പോലെയുള്ള ഓപ്ഷനകത്ത് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടുതൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോം 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നതാണ് ഇത്. നീളം വന്നിട്ട് 150 സെൻറ്റിമീറ്റർ നീളം വരും. ഇങ്ങനെ ലെഗ് ഓപ്പൺ ആയിരിക്കും. നമുക്ക് ലെഗ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് ഈ പറഞ്ഞ കമ്പനിയിൽ നിന്ന് കിട്ടും. ഇത് ഇങ്ങനൊരു കൗണ്ടർ. ഇതാണ് നമ്മുടെ സൗത്ത് സൈഡിലുള്ള
ഇത് നോർത്ത് സൈഡ്, ഇത് സൗത്ത് സൈഡ്. രണ്ടാമത് കാണിക്കുന്നത് സൗത്ത് സൈഡ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കിച്ചണിലോട്ട് പോവുകയാണ്. സെക്കൻഡ് കിച്ചണിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ട്രോളി മതി, ട്രോളി കൊടുത്തു. ഇതൊരു നോർമൽ കോർണർ യൂണിറ്റാണ്. ഇതിന്റെ ഹൈറ്റ് കൂട്ടി ഇതിന്റെ മേളിൽ കൂടെ ഇതായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഹൈറ്റ് കൂട്ടുമ്പം അതിൻ്റെ ഒരു 5% അഡീഷണൽ വരും. ഞങ്ങൾക്ക് നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത് ലെഗിന് 10 സെന്റിമീറ്ററും ബോഡിക്ക് 71 സെന്റിമീറ്ററും കൂടെ ചേർത്തിട്ട് 81 സെന്റിമീറ്റർ ആണ് നോർമൽ യൂണിറ്റിന്റെ ഹൈറ്റ്. 2 സെന്റിമീറ്റർ ഇതും കൂടെ നമുക്ക് ഗ്രാനൈറ്റും കൂടെ കയറുമ്പോൾ, അല്ലെങ്കിൽ വെട്ടർനൈറ്റോ ഏത് ഇതാണെങ്കിലും കയറുമ്പോൾ, വെട്ടർനൈറ്റിന് 15 1.5 സെന്റിമീറ്ററേ ഉള്ളൂ. എന്നാലും 83 സെന്റിമീറ്റർ ആയിരിക്കും നോർമൽ നമ്മുടെ ഫിനിഷിങ്. ഇത് തന്നെ നമുക്ക് 90-ലോട്ട് കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ അതിനനുസരിച്ച് ലെഗിന്റെ ഹൈറ്റ് കൂടും. പിന്നെ അതേപോലെ തന്നെ ഇത് സിങ്കിന്റെ യൂണിറ്റ്. അത് കഴിഞ്ഞ് ഇതും നോർമൽ കോർണർ യൂണിറ്റാണ്. നോർമൽ കോർണർ യൂണിറ്റ് സിങ്കിന്റെ യൂണിറ്റ് ആനിമേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 2D പുള്ളോട്ട്. ഈ 2D പുള്ളോട്ട് മാഡം പറഞ്ഞത് 90, ആദ്യം 2D പുള്ളോട്ട്, അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് റേഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതിനെക്കാട്ടിലും ഒരു ഭംഗിയും അതേപോലെ തന്നെ ഒരു ഒതുക്കവും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാരണമാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫ്, കൊട്ടേഷനകത്ത് വരുമ്പോൾ ഓപ്പൺ ഷെൽഫ് എന്ന് സ്പെസിഫിക് ആയിട്ട് വരും. ഈ രണ്ട് ഇടത്ത് നമ്മൾ കുറച്ച് ആദ്യം ഡോറിട്ട് നോക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഏകദേശം 3 അടിയോളം നീളം വരുന്നുണ്ട്. അപ്പം അത് വലിയ ഡോറും അതേപോലെ തന്നെ 4 അടി പൊക്കമാണ്. അപ്പം അത് കാരണം ഇങ്ങനെ സ്ലൈഡിങ് ഡോർ പോലെ നമുക്ക് കൊടുത്തിട്ട്, ആ സ്ലൈഡിങ് ഡോറിനകത്ത് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്യുന്നത്. സ്ലൈഡിങ് ഡോർ കൊടുത്തു, ഇങ്ങനെ സ്ലൈഡിങ് ഡോറ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ഒറ്റ ഡ്രോയറായിട്ട് വെച്ചാൽ കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. ഈ 3 ഡ്രോയർ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഡോർ തുറന്നിട്ട് ഇതും ഈസി ആയിട്ട് എടുക്കാം, ഇവിടെയും നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ ഈ ഡോറ് നമുക്ക് ഈ ഡ്രോയർ ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മിക്സിയൊക്കെ ജാർ ഉൾപ്പെടെ തന്നെ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് തള്ളി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇത് കൈകാര്യം ചെയ്യാൻ ഈ ഡ്രോയർ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ഞാൻ 3 ഡ്രോയറും എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഷട്ടർ പോലെയൊക്കെ കൊണ്ടുവരാം, പക്ഷെ ഷട്ടർ കൊണ്ടുവന്നിട്ട് പിന്നെ അതിനകത്തിരുന്ന് ഡ്രോയർ കൊണ്ടുമ്പോൾ ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അതൊരു അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഉപയോഗപ്രദമായിട്ടുള്ളതും അതേപോലെ ഒരു സ്റ്റോറേജ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ. അപ്പം ഇതിനാവുമ്പം സ്ട്രക്ചറിന് ബലമുണ്ട്, വെയിറ്റ് ഉള്ള സാധനം വേണമെങ്കിലും വെക്കാം. ഒറ്റ ഡ്രോയർ എന്ന് പറയുമ്പോഴേ നമുക്കതിന് പരിമിതിയുണ്ട്. പരിമിതി എന്ന് പറഞ്ഞാൽ ഒറ്റ ഡ്രോയർ ആക്കുവാണെങ്കിൽ അത് അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ബലം കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. മാത്രമല്ല ഓരോ ഡോറും അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്ക് ഈ സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് അപ്പം ഇവിടെയും ഇതേപോലെ തന്നെ ഈ ഡ്രോയർ നമ്മൾ നിന്നുകൊണ്ട് എടുക്കാൻ ഈ ഡ്രോയറിന് പ്രയാസമായിരിക്കും. അത് കാരണം ബോട്ടം, മിഡില്, അത് കഴിഞ്ഞ് മേള് വേണമെങ്കിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ 2 സ്ലൈഡിങ് ഡോർ. പിന്നെ ഈ ലോഫ്റ്റ് യൂണിറ്റ് 4 സ്ഥലവും വെക്കണമെന്നുള്ളത് നോക്കണം. കാരണം ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്യുന്നത്. ഈ ബ്ലൂവും ഗ്രീനിൽ കിടക്കുന്നതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. അതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീന്റെ പാർട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. നടുക്കൊരു ഷെൽഫ് വരും. ബാക്ക് സൈഡ് ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ബോക്സ് പോലെ നടുക്കൊരു ഷെൽഫ് വെച്ച് ഗ്ലാസ് ഡോർ എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. കാരണം വെക്കുന്ന സാധനങ്ങൾ
ഏതാണെന്നുള്ളത് താഴെ ഇരുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് ഈ തുറന്നു നോക്കുക എന്നുള്ളതൊരു പരിപാടിയാണ്. ഇനി അതല്ല തുറന്നു നോക്കിക്കോളാം, അത് പുറമേ കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ, അത് കുഴപ്പമില്ല. ഈ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സൗത്ത് സൈഡ് വന്നു കഴിഞ്ഞാൽ ലോഫ്റ്റ് യൂണിറ്റ് മേളിൽ നമുക്ക് നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഈ ഏരിയ നമ്മൾ വെച്ചിട്ടില്ല, ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇവിടെ നമുക്ക് വരുമ്പം ഒരു സ്റ്റോറേജ്, ഈ പാൻട്രി യൂണിറ്റ് ഇതൊന്നും ഞാൻ കളർ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഓരോന്നും ഓരോ യൂണിറ്റും കാണിക്കുകയാണ്. ഇവിടെ ഒരു സ്പേസർ വരും. സ്പേസർ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടി മാത്രം അത് നടുക്ക് ഷെൽഫ് 1, 2, 3 ഷെൽഫ് കമ്പാർട്ട്മെന്റ് ആയിട്ട് പറയുന്നത് 1, 2, 3, 4 കമ്പാർട്ട്മെന്റ്. നമുക്കൊരു 11 ഇഞ്ച് 19 ഇഞ്ച് 19 ഒരു 48 സെന്റിമീറ്ററോളം ഹൈറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭാഗത്തും കിട്ടും. അത്രയും ഈ പറഞ്ഞ സ്പേഷ്യസ് ആയിരിക്കും. 38, അതെ അതെ അതെ, 19 ഇഞ്ച് 48 സെന്റിമീറ്റർ കമ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് ഈ 5 കിലോ 2 കിലോയുടെ പാക്കറ്റ് ഒരു സ്റ്റോർ റൂമിനകത്ത് വെക്കാവുന്ന അത്യാവശ്യം ബസ്മതി റൈസ് അതുമാതിരിയുള്ളതെല്ലാം ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് സ്റ്റോർ റൂം പോലെ വെക്കാം. പിന്നെ ഉള്ളത് നമ്മൾ ഉള്ളി അതുമാതിരിയുള്ള ഇടാനൊക്കെ ഉള്ള വിക്കർ ബാസ്ക്കറ്റ്, പിന്നെ ഈ ഫ്രൈയിങ് പാൻ ഹാങ് ചെയ്യാനുള്ള ഹാങ്കർ, ഇത് നോർമൽ സ്റ്റോറേജ് വിട്ട് നോർമൽ സ്റ്റോറേജ്, ഇത് മൈക്രോവേവിനും OTG ഒക്കെ നടുക്ക് വെക്കാം. താഴെ ഒരു സ്റ്റോറേജ്, മേളിലൊരു സ്റ്റോറേജ്. നമുക്ക് മേളത്തെ ലോഫ്റ്റ് കൊണ്ട് 3 ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. 4ാമത്തെ ഭാഗത്തും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ തീർത്തും അത് ഒത്തിരി ഒരു ഇതായിട്ട് വന്നു. ഏതെങ്കിലും 2 സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ആവശ്യം മുറി മുഴുവനുമേ എന്തോ നമ്മൾ ഒരു, അതാണെങ്കിൽ 4 അടി പൊക്കമാണ്. സീലിംഗ് നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യുന്നില്ല. ഇവിടെ ഓപ്പൺ ഷെൽഫ് വരും. ഇത് നമുക്ക് ഒരു ട്രോളി വെക്കുന്ന പോലെ. ഇത് നോർമൽ കോർണർ യൂണിറ്റ്. അതിന് മാജിക് ട്രീ അങ്ങനെയൊന്നുമല്ല, ഒരു ഷെൽഫ് മാത്രം എന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് നമ്മുടെ കുക്കിംഗ് റേഞ്ച്. കാരണം കുക്കിംഗ് റേഞ്ച് കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനകത്തും ഈ വേറെ അതിനു വേണ്ടിയാണ് ഞാൻ ഈ എൻഡ് കൊണ്ടുവന്നത്. അത് നമുക്ക് അങ്ങനെ അല്ലാതെ തിരിച്ച് പറയുന്ന പോലെ ആദ്യം ഒരു 2D പുള്ളോട്ട് വെച്ചിട്ട് പിന്നെ ഇത് വെക്കണമെങ്കിൽ വെക്കാം, വെക്കുന്നത് കുഴപ്പമില്ല. ഇതാവുമ്പം ഈ GTPT യൂണിറ്റും സിങ്കിന്റെ യൂണിറ്റും ഇതെല്ലാം ഒന്നിച്ചിട്ട് ഇപ്പൊ ഈ സ്ലൈഡിംഗ് ഡോറിനകത്ത് ഇരുന്ന് എടുത്ത് വെക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാൻ ഒരു സ്പേസും കൂടെ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനത് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് കിച്ചന്റെ കൂടെ കാണിക്കാവേ. ഇവിടെ നമ്മളെ
90 സെന്റിമീറ്ററിന്റെ ചിമ്മിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവിടെ കുക്കിംഗ് റേഞ്ച് 90 സെന്റിമീറ്റർ ഉണ്ട്. രണ്ടാമത് ഇവിടത്തെ ഈ കോർണർ യൂണിറ്റ് നോർമൽ കോർണർ യൂണിറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ നോർമൽ കോർണർ യൂണിറ്റ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന കാരണമാണ് നമ്മൾ ആ ക്യാബിൻ്റെ സ്റ്റിഫ്നർ കട്ട് ചെയ്യാതെ ഒരു 60 സെന്റിമീറ്ററിന്റെ 2 ഡ്രോയർ യൂണിറ്റ് 60 സെന്റിമീറ്ററിന്റെ ഇതിങ്ങനെയല്ല കുറക്കുന്നത്, അത് ആനിമേറ്റിനകത്ത് തെറ്റിപ്പോയത്. ഓക്കെ, ഇതിന്റെ മേളിൽ 60 സെന്റിന്റെ ഹോബും ഫുഡും. ഇത് ഫ്ലാപ്പ് ഡോർ. ഈ ഫ്ലാപ്പ് ഡോറിന് എപ്പോഴുമേ സാധാരണ സ്റ്റോറേജ് യൂണിറ്റിനെക്കാട്ടിലും ഒരു 20,000 രൂപ കൂടുതലാണ്. അപ്പൊ നമുക്ക് 1, 2, 3, 4 ഫ്ലാപ്പ് ഡോർ. 4 ഫ്ലാപ്പ് ഡോർ എന്ന് പറയുമ്പോൾ നോർമൽ ഡോറിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഒരു 80,000 രൂപ, ഒരു 80,000 രൂപയ്ക്കടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസം വരും. അപ്പൊ ഞാൻ ഈ പടത്തിനകത്ത് ഇട്ടിരിക്കുന്ന ഫ്ലാപ്പ് ഡോറാണ്. ഞാനതിന്റെ ഫ്ലാപ്പ് ഡോർ വെച്ചുള്ളതാണ് നമ്മുടെ ആർക്കിടെക്റ്റിന്റെ ഡിസൈനകത്തുള്ളത്. അതാണ് ആ ഫ്ലാപ്പ് ഡോർ ഇട്ടത്. ഇനി അത് ഫ്ലാപ്പ് ഡോറും അല്ലാത്ത നോർമൽ ഡോറിന്റെയും വെച്ചുള്ള കൊട്ടേഷനും ഞാൻ അയച്ചു തരാം. ഇവിടെ വരുന്നത് സാറിന് വെസ്റ്റ് സൈഡ് ഇതുണ്ട്. ഇത് GTPT ഉണ്ട്. ഈ GTPT യൂണിറ്റ് തന്നെ നമുക്ക് നോർമൽ യൂണിറ്റ് ഉണ്ട്, ഇത് ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. ഇങ്ങനെ ഫ്ലാപ്പ്, ഇത് 2 ഡോറും ഒന്നിച്ചു തുറക്കും. ഞാൻ ആനിമേറ്റ് ചെയ്തതിനകത്ത് ഉള്ള 3 ഡ്രോയർ, 3 വോൾ യൂണിറ്റ്. ഇത് വരുന്നത് 1000 അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ. അത് കഴിഞ്ഞാൽ ഇത് വരുന്നത് 80 സെന്റിമീറ്റർ. ഇത് 55 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് ബിന്നുകൾ ഇതെല്ലാം വെക്കാൻ വേണ്ടി ഹോബിന്റെ താഴെ നമുക്ക് കട്ട്ലറിക്കും അതേപോലെ തന്നെ ലാർജ് ഷെൽഫ് 52 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പം ചെറിയ 3 ലിറ്റർ കുക്കർ അതുമാതിരിയുള്ളതെല്ലാം വെക്കാൻ വേണ്ടിയാണ് അവിടെ ഫ്രൈയിങ് പാനൊക്കെ വെക്കാൻ വേണ്ടി ആ ഡ്രോയർ ഇട്ടത്. ഇത് രണ്ടും മീഡിയം സൈസുള്ള ഡ്രോയേഴ്സാണ്. ആ ഡ്രോയറിനകത്ത് നമുക്ക് ഈ കപ്പ്, സോസർ അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം വെക്കാം. പ്ലെയിൻ ആയിട്ടാണ് അകം വരുന്നത്. നമുക്ക് അഡീഷണൽ അക്സസറീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡീലർ പോയിന്റ് ഇരുന്ന് ഞാൻ എപ്പോഴും ഈ പറഞ്ഞ സപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക്. കമ്പനി ഇരുന്നാണെങ്കിൽ അവർക്കൊരു കട്ട്ലറി, അവരും ഇതുപോലെ തന്നെ പുറത്തിരുന്നാണ് ഈ അക്സസറീസ് വാങ്ങിക്കുന്നത്. ഇത് 2D പുള്ളൗട്ട്, എണ്ണ അതുമാതിരി. ഇത് ഈ 2D പുള്ളൗട്ടും 35 സെന്റിമീറ്ററോളം 30 ഒരു മേൽവശമാണെങ്കിൽ തന്നെ മേൽവശത്ത് 2 ഇത് ബോട്ടിൽ വെക്കാം, 1 ലിറ്ററിന്റെ ബോട്ടിൽ വെക്കാം. അത്ര നല്ല സൗകര്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് മാഡം പറഞ്ഞ പോലെ നമുക്ക് ആ പുറത്തോട്ട് വിടുന്നതില്ല, പക്ഷെ ഇങ്ങനെ 2 ഡോറും ഒന്നിച്ച് തുറക്കാം. നടുക്ക് ഇങ്ങനെ ഒരു ഷെൽഫുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഫ്രൈയിങ് പാന് അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം, അതായത് ഈ ഉരുളി അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം നല്ലപോലെ ഇതിനകത്ത് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെ സാധനം ഇരിക്കുന്നത് എടുക്കാനും എല്ലാം സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതുപോലെ തന്നെ മേളിൽ വരുന്ന സ്ട്രക്ചറിന്റെ മേളിൽ നമ്മൾ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ എന്താണോ കുക്ക് ടോപ്പ് ടൈലോ നമ്മൾ ജസ്റ്റ് വെച്ചാൽ മതി. ഇത് 90 സെന്റിമീറ്റർ. ഇതിന് തന്നെ വോൾ യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ വോൾ യൂണിറ്റ് ഉണ്ട്. ക്രോക്കറി ഷെൽഫിന്റെ തന്നെ ക്രോക്കറി ഷെൽഫ് എന്നുള്ള കൂട്ടത്തിലാണ് ഈ കാറ്റഗറി വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്കൊരു 2 ഷെൽഫ് വേണം. അപ്പോൾ നമ്മുടെ പാത്രങ്ങളെല്ലാം വെക്കാൻ ക്രോക്കറി ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വാഷിംഗ് മെഷീന്റെ മേളില്
സ്റ്റോറേജ്, 2 ഡോറിൻ്റെയും പിന്നെ നമ്മുടെ ഇതെല്ലാം വെക്കാൻ വേണ്ടി ക്ലീനിങ് മെറ്റീരിയൽസും മോപ്പും ഇതെല്ലാം വെക്കാൻ വേണ്ടിയുള്ള യൂണിറ്റ്. ഇതെല്ലാം ഒരു ടെൻഡർ ഡ്രോയിങ് ആയിട്ട് നമുക്ക് ഇതായിട്ട് ഡ്രോയിങ് ആയിട്ടും തരാൻ പറ്റും. അപ്പം ആ ഡ്രോയിങ് ആയിട്ട് തരുന്നതിന് മുമ്പ് 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ കസ്റ്റമറിന് ഇത് തന്നെ ഈ പറഞ്ഞ പോലെ പ്രിന്റ് ആയിട്ട് വന്നാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അതല്ല ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ഓൾട്രേഷൻ കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. ഒരു ജോലി ഈ പറഞ്ഞ പോലെ ഒരു ജോലി 2 പ്രാവശ്യം ചെയ്യാതെ നമ്മൾ ആ മോഡ്യൂൾസിന്റെ പ്ലേസ്മെന്റും കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ഓഫ് അലുമിനിയം ആൻഡ് ബെത്ത് ലിവിങ്ങിന്റെ പ്രോഡക്റ്റ് ആണ്. ബെത്ത് ലിവിങ്ങിന്റെ ഈ ബ്രൗൺ കളർ ഷെയ്ഡിൽ കാണുന്ന എല്ലാ സാധനവും ഫ്ലോർ യൂണിറ്റ്സ്, വോൾ യൂണിറ്റ്സ് ഇതെല്ലാം ബെത്ത് ലിവിങ്ങിന്റെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ എവിടെയാണ് അലുമിനിയം ഫാബ്രിക്കേഷന്റെ പ്രസൻസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലുമിനിയം ഫാബ്രിക്കേഷൻ ഈ ലോഫ്റ്റ് യൂണിറ്റ് പച്ച കളറിൽ കാണിക്കുന്നത് ഇതുണ്ടോ, ഈ ലോഫ്റ്റ് യൂണിറ്റ് 3 സൈഡിൽ ലോഫ്റ്റ് യൂണിറ്റ്, 4ാമത്തെ സൈഡിലും കൂടെ കൊടുത്താൽ അത് ഭയങ്കര ഒരുമാതിരി ഹെഡർ മുറി നിറഞ്ഞ് നിൽക്കുമോ എന്നൊരു സംശയം. നല്ല ആവശ്യത്തിൽ കൂടുതൽ ലോഫ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഗ്രീൻ കളർ ഷെയ്ഡിലുള്ളതും അതേപോലെ തന്നെ ആ ബ്ലൂ കളർ ഷെയ്ഡിലുള്ളതും ഈ വുഡൻ ഷെയ്ഡിലുള്ളത്, ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ്റെ മേളിലുള്ള സ്റ്റോറേജും അതേപോലെ ബ്രൂമിൻ്റെ ഉള്ള യൂണിറ്റ്, അതേപോലെ ലോഫ്റ്റ് യൂണിറ്റ് 3 സൈഡിൽ, സ്ലൈഡിംഗ് ഡോർസിൻ്റെ ഈ ഡോറും അത് അകത്തുള്ള ഡ്രോയറും, ബാക്കി ഉള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ബെത്ത് ലിവിങ്ങിൻ്റെ GAC പ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ള കൺസെപ്റ്റിലുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ സാറേ, താങ്ക് യു.